ഈ വീഴ്ച ഉയർച്ചയ്ക്കാം, ഈ താഴ്ച ഉയർച്ചയ്ക്കാം. ഈ വീഴ്ചയുണ്ടല്ലോ ഉറപ്പിക്കണോ? ആരെങ്കിലും വീട് കിടക്കുന്ന ഒരു കാര്യമില്ലല്ലോ. ഈ വീഴ്ച തകർച്ചയ്ക്കല്ല, ഉറപ്പിക്കാൻ പോകുക. നോഹ കയറിയ പെട്ടകം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ഥിതിയില്ലാതെ നിൽക്കുക. പക്ഷെ ഒരു കിഴക്കൻ കാറ്റടിച്ചപ്പോ, ഒരു കാറ്റം അടിച്ചപ്പോ ഉള്ളിലുള്ളവരൊക്കെ എവിടേക്കാ കൊണ്ടുപോകണമെന്ന് വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുക. കർത്താവ് ഒരു കാറ്റം അടിപ്പിച്ചപ്പോ ഇത് എവിടേക്കാ കൊണ്ടുപോകുന്ന അറിയാതെ എല്ലാവരും വ്യാകുലപ്പെട്ടിരിക്കുക. അത് തകർച്ചയ്ക്കായിരുന്നു ആ കാറ്റ് അല്ല, പിഴുതിനാ അതിനെ ഉയർച്ചയ്ക്കാൻ ഉറപ്പിക്കാൻ പോകുക. ആരോട് വിളിച്ചു പറയുന്നു? ഈ പ്രതികൂലങ്ങൾ, ഈ പ്രതിസന്ധികൾ, ഈ തകർച്ച, ഈ അപരാധി ഇത് ഉറപ്പിക്കാനുള്ളതാണ്. ഒന്ന് ദൈവത്തെ സ്തുതിച്ചോട്ടെ, സ്തുതിച്ചോട്ടെ. മൃഗങ്ങൾ പറയാം, എല്ലാവരും പേടിച്ചിരിക്കുക. കാരണം ഒരു വലിയ കാറ്റ് വന്ന് കൊണ്ടുപോകുക. അത് കാണുമ്പോ ഈ പെട്ടകം എന്ത് ചെയ്യാൻ പോവുക? ഇത് മറിഞ്ഞു പോകുമെന്ന് ചിന്തിക്കുക. അല്ല, ഈ കാറ്റിന്റെ പുറകിൽ ആരുടെ ബുദ്ധിയുണ്ട്? ദൈവത്തിന്റെ ബുദ്ധിയുണ്ട്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിന്റെ പുറകിൽ ദൈവത്തിന്റെ ബുദ്ധിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ശ്രദ്ധിച്ചോട്ടെ. പെട്ടകം ഉണ്ടാക്കിയപ്പോൾ നോഹ എല്ലാവരോടും പറഞ്ഞു, ഈ പെട്ടകത്തിനകത്ത് കയറണമെന്ന് പറഞ്ഞ ആരും കയറിയോ? ഇല്ല. പക്ഷേ പെട്ടകത്തിനകത്ത് ആരും കയറിയില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചോദിച്ചാൽ, പെട്ടകത്തിന്റെ അകത്ത് നടന്നൊരു വലിയ വിഷയം ദൈവാത്മാവിനെ കാണിക്കുക. എല്ലാവരോടും പറഞ്ഞു, പെട്ടകത്തിൽ ആരും കയറിയില്ല, ഒത്തിരി. പക്ഷെ ഇവരെല്ലാം ഇതിന്റെ അകത്ത് പെട്ട് കിടക്കാം. പക്ഷെ ദൈവകൽപ്പന അനുസരിക്കാതെ ഈ പെട്ടകത്തിന്റെ അകത്ത് നോഹയും തന്റെ കുടുംബക്കാരും മാത്രം കയറിയുള്ളൂ, അല്ലേ? പക്ഷെ വെള്ളം മഴ പെയ്യാൻ തുടങ്ങി, വെള്ളം ഉയരാൻ തുടങ്ങി. ലോകം മൊത്തം കൂട്ട നിലവിളിയായിരുന്നു. ദൈവം ഓർത്തോ? വെള്ളത്തിൽ മുങ്ങുന്നവർ ഓർത്തോ? ഇല്ല. പിന്നെ ആരെയും ഓർത്തത്? അപ്പൊ ഈ പെട്ടകം ഇങ്ങനെ കയറി പോകുമ്പോൾ അരാം പർവ്വതം കഴിഞ്ഞ് പിന്നെയും കൊണ്ടുക. അപ്പോഴാണ് കർത്താവ് 8 പേരെ ചെയ്തു ഓർത്തു. കോടിക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തില്ല? ഓർക്കാതിരിക്കുമ്പോഴാണ് എത്ര പേരെ ഓർത്തത്? 8 പേരെ ഓർത്തത്.